സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഫൈനൽ എക്സാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അനൗൺസ് ചെയ്യുമ്പോൾ വലിയ ടെൻഷനൊന്നും ഉണ്ടാകുകയില്ല. എന്നാലേ ഡേസ് ഗോസ് ബൈ, ഓരോ ദിവസവും കഴിയും തോറും ടെൻഷൻ കൂടിക്കൂടി വരും. അയ്യോ, ആ എക്സാമിൻ്റെ ഡേറ്റ് അടുക്കാറാകുന്നല്ലോ, ഹോൾ ടിക്കറ്റൊക്കെയും കളക്ട് ചെയ്തല്ലോ, ഞാൻ പ്രിപ്പയർ ചെയ്തത് ശരിയായിട്ടില്ലല്ലോ. അപ്പോഴാണ് അന്വേഷിക്കുന്നത് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്കൊക്കെയും മറിച്ച് നോക്കുകയും എങ്ങനെയൊക്കെയും അതിൽ നിന്ന് ഹൃദ്യസ്ഥമാക്കുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ലൈബ്രറി പോയിട്ട് നോട്ട് എഴുതുകയും അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരോട് സഹപാഠികളോട് ഒരുമിച്ചിരുന്ന് കമ്പൈൻ സ്റ്റഡി നടത്തുകയും അവരോട് ഡൗട്ട്സ് ചോദിക്കുകയും അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് ടീച്ചേഴ്സിനോട് ഡൗട്ട്സൊക്കെയും ചോദിച്ച് ക്ലിയർ ചെയ്ത് എങ്ങനെയെങ്കിലും ആ എക്സാം ഒന്ന് രക്ഷപ്പെട്ട് അപ്പുറം ഒന്ന് ചാടണം. അതാണ് നമ്മുടെ മിനിമം താല്പര്യം. എന്നാൽ എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും ശ്രദ്ധയോടെ ഇരുന്ന് അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനുശേഷം അനൗൺസ്മെൻറ്റ് ഇതുപോലെ മറ്റൊരു കേട്ടതുപോലെ തന്നെ എക്സാമിൻ്റെ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കുകയും സന്തോഷത്തോടെ ആ എക്സാമിനെ സ്വീകരിപ്പാൻ തൊക്കണം നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം കുഞ്ഞുങ്ങളും ഉണ്ടാകും. നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അനൗൺസ്മെൻ്റായി, എക്സാമിനേഷൻ ആണെന്നുള്ളത് മനസ്സിലായി, അതിനുവേണ്ടി എങ്ങനെ എങ്കിലും ഒരു മാർഗ്ഗം എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ നിറപടിയായിട്ട് കേൾക്കുന്ന വചനങ്ങൾ അത് ഹൃദയസ്ഥമാക്കുകയും അതിൻപടി തൻ്റെ ജീവിതത്തെ ഒരു പടിയോടി ക്രമപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും മുൻപോട്ട് പോവുകയും ചെയ്യുന്ന വേറൊരു വിഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം അതിലേത് വിഭാഗത്തിൽപ്പെടുന്നു? ടെൻഷനായിട്ട് എങ്ങനെയെങ്കിലും മറുകര ചാടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ എക്സാം ഒന്ന് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം പരിപാടികളാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരുക്കിയെടുക്കുന്നത്? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ഇതിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഞാൻ അതിനായിട്ട് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 37-ാമത്തെ വചനം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനം. ഇങ്ങനെയാണത്. അതിൻ്റെ ഒരു കൺക്ലൂഷനാണ്, ഒരു 13-ാം അധ്യായം കഴിഞ്ഞ് കൺക്ലൂഷൻ പറഞ്ഞു നിർത്തുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു. എന്താണ്? ഉണർന്നിരിക്കുവിൻ. വാട്ട് ഐ സേ ടു യു ഐ സേ ടു ഓൾ, ബി ഓൺ ദ അലേർട്ട്. ബി ഓൺ ദ അലേർട്ട്. ഉണർന്നിരിക്കുവിൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? എക്സാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ ഉണർന്നിരിക്കാനല്ല പറയുന്നത്. നീ അത് മനസ്സിലാക്കുമ്പോൾ തൊട്ട് നീ അത് ഉണർന്നിരുന്ന് അതിനുവേണ്ടി നീ പ്രയത്നിക്കണം. ഇവിടെ 13-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ അവസാനമാണ് ഇത് കർത്താവ് അപ്പോസ്തലനായ മാർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ എഴുതുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ? അത് എല്ലാവരോടും പറയുന്ന ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? ഉണർന്നിരിക്കുവിൻ. നാം പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ ഇതിനെ ആധാരമായിട്ട് ഇതിനെ ചുരുക്കമായിട്ട് പറയുന്ന ഒരു രംഗം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് ഞാൻ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അവിടെയും ഒരു അലർട്ട് കൊടുക്കുകയാണ്. അത് തിടുക്കത്തോടെ ആയിരിക്കണം, ലാഘവത്തോടെ അല്ലെങ്കിൽ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തോടെ അല്ല. എങ്ങനെയാണെന്ന് ചെയ്യേണ്ടത്? അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട്. നോക്കുക, അരകെട്ടി, അതായത് എല്ലാ രീതിയിലും നിങ്ങൾ ആ ഓർഡറിൽ ഉണർന്നിരുന്നുകൊണ്ട് അല്ലെങ്കിൽ അരകെട്ടുക എന്ന് പറയുമ്പോൾ അതിന് പ്രിപ്പയർഡായിട്ട് കാലിന് ചെരുപ്പിട്ടും അത് മുൻപോട്ട് പോകുവാനായിട്ടുള്ള ആ ഉറപ്പോടെ കയ്യിൽ വടിയുമായിട്ട് നിങ്ങൾ തിന്നണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. ഇതിൻ്റെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം ആദ്യം തന്നെ കടന്നു വരുമ്പോൾ അവിടെ
മിസ്രൈമിൽ വളർന്നു പന്തലിച്ച ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മിസ്രൈം ദേശത്ത് വന്നുപെടുവാനുള്ള സാഹചര്യം നമുക്കൊക്കെയും അറിയാം. എന്നാൽ അങ്ങനെ മിസ്രൈം ദേശത്തേക്ക് കടന്നു വന്ന ഈ ഇസ്രായേൽ മക്കൾ അവർ വളർന്ന് വലിയൊരു ജാതിയായി തീർന്നു. വലിയൊരു ജാതി, ആർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ വളർന്ന് പന്തലിച്ചു വലിയൊരു ജാതിയായിട്ട് ഇസ്രായേൽ മക്കൾ തീർന്നു. എന്നാൽ അതിൻ്റെ ഒന്നാം അധ്യായത്തിലെ ഈ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ അതിൻ്റെ 8-ാമത്തെ വചനം, അനന്തരം ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. അവൻ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായിട്ട് പെരുമാറുക. നോക്കാം, മിസ്രൈമ്യർ കണക്കാക്കുകയാണ് എങ്ങനെയാണ് അവരൊരു വലിയ ജാതിയായിരിക്കുന്നു, എന്നാൽ ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത് അവർ നമ്മെ വിട്ട് മറുഭാഗത്ത് നിന്നിട്ട് നമുക്കെതിരായിട്ട് ഉണ്ടാകാതിരിക്കാനായിട്ട് നാം ബുദ്ധിയോടെ പ്രവർത്തിക്കണം. മിസ്രൈമ്യർക്ക് അവർ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. അപ്പോൾ അങ്ങനെ ആ മിസ്രൈമിൽ ഉണ്ടായിരുന്ന ആ ഇസ്രായേൽ മക്കളെ കഠിന വേലയിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതിനായിട്ട് അവരെ എങ്ങനെ അടിച്ചമർത്താനായിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് ഊഴിയ വേലക്കാരെ, അതിനായിട്ട് അതോറിറ്റീസിനെ അവിടെ ഇൻചാർജ് ആക്കി. അതിൻ്റെ 13-ാമത്തെ, മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ വിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ തങ്ങളുടെ ജീവനെ കയ്പാക്കി. മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ജീവിതം ഒരു കയ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അതിൻ്റെ വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഈ ജനം കരയുവാനായിട്ട് തുടങ്ങി. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ആ അടിമ വേല നിമിത്തം അവർ കരയുവാനായിട്ട് തുടങ്ങി. ഈ കരച്ചിൽ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ ജനങ്ങളെ ഒന്ന് വിടുവിപ്പാനായിട്ട് മോശെ എന്ന പുരുഷനെ യഹോവയായ ദൈവം കണ്ടെത്തുകയും അവനെ അതിനായിട്ട് ഒരുക്കുകയും ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഒരു ലേവി കുടുംബത്തിൽ അതിനു മുമ്പായിട്ട് തന്നെ അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിപ്പിച്ചു. എല്ലാ ആൺകുഞ്ഞുങ്ങളെയൊക്കെയും കൊന്നുകളയണം, അല്ലെന്നൊരിയിൽ ഒരു ആൺകുഞ്ഞും ഉണ്ടായി വരുവാനായിട്ട് ഇടയാകരുത്. അങ്ങനെ അതിൻ്റെ 2-ാമത്തെ, എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു. അതിനുശേഷം പിന്നെ ഒളിച്ചു വയ്ക്കുവാൻ കഴിയാതെ ആയപ്പോൾ അവർ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ ഫറവോൻ്റെ പുത്രി അവിടെ കടവിലേക്ക് വരികയും നദിയിൽ കുളിക്കുവാനായിട്ട് വരികയും ഈ കുഞ്ഞിനെ കാണുകയും ആ ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ട് അവനെ വളർത്തുവാനായിട്ട് അവരെ എഗ്രിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മാറി നിന്ന സഹോദരി ആ സ്വന്തം മാതാവിനെ തന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ പൈതൽ വളരുവോളം മുലൂടി മാറുവോളം ആ പൈതലിന് പാൽ കൊടുക്കാനായിട്ടൊക്കെയും നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അതൊക്കെയും നമ്മൾ കാണുവാൻ. എന്നാൽ ആ പീരീഡൊക്കെയും കഴിഞ്ഞതിന് ശേഷം മോശെ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഫറവോൻ്റെ മകൾക്ക് കൊടുക്കുകയാണ്. ഇതാ നിൻ്റെ മകൻ, നീ വളർത്തിക്കട്ടെ. അങ്ങനെ ഫറവോൻ്റെ കൊട്ടാരത്തിലെ എല്ലാവിധമായിട്ടുള്ള എല്ലാ ആയുധകലയിലും അഭ്യാസത്തിലും വിദ്യാഭ്യാസത്തിലും അങ്ങനെ എല്ലാ കാര്യത്തിലും മോശ അഗ്രഗണ്യനായിട്ട് ഫറവോൻ്റെ മകനായിട്ട് വളർന്നു വരികയാണ്. അങ്ങനെയാണ് അതിനുശേഷമാണ് മോശയ്ക്ക് അതായത് അല്പകാലം മാത്രം മാതാവിനോട് കൂടെ വസിച്ചിരുന്ന ഈ മോശയ്ക്ക് യഥാർത്ഥത്തിൽ അമ്മ പറഞ്ഞു കൊടുത്തിരുന്നു ചെറുപ്പത്തിൽ തന്നെ, നീ പോകുന്ന ഭവനം ചിലപ്പോൾ നിന്റെ ഭവനം അല്ലത്, നീ ഇസ്രയേലിയൻ തന്നെയാണ്, നിന്റെ ദൈവം യഹോവയായ ദൈവം തന്നെയാണ്, നിന്റെ ഇസ്രായേൽ മക്കളാണ് നിന്റെ സഹോദരങ്ങൾ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്ന ഈ മോശ അല്പം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇസ്രായേലിനും ഒരു മിസ്രൈമിനും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അവിടെ ആ ഒരു മിസ്രൈമിനെ ഒറ്റയടിക്ക് കൊന്ന് മണലിൽ കുഴിച്ചിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്രമാത്രം ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള മോശ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ഈ മിസ്രൈമിനെ കൊന്ന് എൻ്റെ സഹോദരങ്ങളെ ഞാൻ വീണ്ടെടുക്കും. തൻ്റെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. എന്നാലേ അല്പം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, സ്വന്തം ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിപ്പാനായിട്ട് അവനെ ദൈവം ഒരുക്കുകയാണ് ചെയ്യുന്നത്.
അതിന് ശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 23 ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. അങ്ങനെ മോശയെ തിരഞ്ഞെടുത്തിട്ട് അവനെ അതിനുവേണ്ടി എക്യൂപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ ഭാഗങ്ങളൊക്കെയും നമുക്കൊക്കെ അറിയാവുന്നതാണ്. എങ്ങനെയാണ് ദൈവം മോശയെ എക്യൂപ്പ് ചെയ്തതെന്നൊക്കെയും നമുക്ക് വളരെ അറിയാം. എന്നാൽ അതിനുശേഷം ഈ മോശ കടന്നു വരുന്നുണ്ട് ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അവിടെയും ഫറവോന് ഈ കാര്യങ്ങളൊന്നും ചെവിക്കൊടുക്കാനായിട്ട് ഫറവോന് താല്പര്യമില്ല. കാര്യങ്ങളൊക്കെയും പറയും. അതിനുശേഷം ഫറവോൻ വീണ്ടും ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും. അവൻ അതിൽ നിന്ന് പിന്മാറും. അങ്ങനെ വീണ്ടും ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ തന്നെ അടിമവേല ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ അവിടെ അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ട ദൈവം അവിടെ ഒരു പദ്ധതി ഒരുക്കുകയാണ്. എങ്ങനെയാണ് ഇവൻ്റെ ഈ ബലിഷ്ഠമായുള്ള കരത്തിൽ നിന്നും വീണ്ടെടുത്ത് എങ്ങനെയാണ് വിടുവിക്കേണ്ടതെന്ന് ദൈവം തന്നെ ഒരു പദ്ധതി ഒരുക്കുക. അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 7-ാം അധ്യായം തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ അവിടെ അനേക ബാധകൾ അവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേക ബാധകൾ അവിടെ 7-ാം അധ്യായത്തിൽ അത് അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം തൊട്ടായേക്ക് വായിക്കുമ്പോൾ അവിടെ ആദ്യം തന്നെ വെള്ളം രക്തമായിട്ട് തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ വെള്ളം രക്തമായി തീർന്നു. ആ ബാധ 1-ാമത്തെ ബാധ അത് വീണ്ടും അങ്ങനെ 10 ബാധകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത് അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 6 രാജ്യം മുഴുവന് തവളകളാൽ നിറഞ്ഞിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും ഓരോ ബാധ വരുമ്പോഴും വീണ്ടും മോശയെ വിളിക്കുകയും അഹരോനെ വിളിക്കുകയും നീ നിങ്ങളുടെ ജനവുമായിട്ട് പൊയ്ക്കൊള്ളുക എന്ന് പറയും. എന്നാൽ അല്പസമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അവരെ തടഞ്ഞു നിർത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും ഈ ബാധകളൊക്കെയും വരുമ്പോഴും. എന്നാൽ വീണ്ടും അതിൻ്റെ 2-ാമത്തെ രാജ്യം മുഴുവനും തവളകളായി നിറയുകയും വീണ്ടും അങ്ങനെ താഴേക്ക് പോകുമ്പോൾ അടുത്തത് 3-ാമതും 8-ാം അധ്യായത്തിൻ്റെ 17 വാക്യം രാജ്യം മുഴുവൻ പേനിനെ കൊണ്ട് നിറഞ്ഞ് അവർക്ക് ജീവിതം അസഹ്യമായി തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും അവിടെ കൊണ്ടും തീരുന്നില്ല. വീണ്ടും അടുത്തത് 4-ാമത്തെ ബാധയായിട്ട് നായീച്ച ഫ്ലൈസ് എവിടെ നോക്കിയാലും ഈ ഈച്ചകൾ കൊണ്ട് നിറഞ്ഞില്ലോ. ആ രാജ്യം മിസ്രൈം രാജ്യം മുഴുവൻ നിറഞ്ഞ് അവർക്ക് ജീവിതം ദുസ്സഹമായി തീർന്നു. എന്നാലും ഇസ്രായേൽ മക്കളെ അവർ ഫറവോൻ വിടുവാനായിട്ട് താല്പര്യം. എന്നാൽ അതിനുശേഷം അവരുടെ മൃഗങ്ങളൊക്കെയും മരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പിന്നെ ബോയിൽസ്, ആ പുണ്ണുകൾ ദേഹം മുഴുവനും ബോയിൽസ് ഉണ്ടാകുവാനായിട്ടും ഇടയായി തീർന്നു. അവിടെ കൊണ്ടും തീരുന്നില്ല. വീണ്ടും കൽമഴ പെയ്യ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിനുശേഷം വെട്ടുക്കിളിയെ അയക്കുന്നു. എന്നാൽ ഇതൊക്കെ ഓരോരോ ബാധകളാണ് ആ രാജ്യത്ത്. എന്നാൽ പിന്നീട് അവിടെയും തീരുന്നില്ല. പിന്നെ 9-ാമത്തെ ബാധയായിട്ട് 3 ദിവസം കൂരിരുട്ട് മാത്രം, വെളിച്ചം ഒട്ടുമില്ലാതെ കൂരിരുട്ട് 3 ദിവസത്തേക്ക് ആ രാജ്യത്ത് ഉടലെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 10-ാമത്തെ ബാധയായിട്ട് യഹോവയെ ദൈവം കൽപ്പിക്കുകയാണ്. അതിൻ്റെ 13-14 വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തു കൂടി കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തമടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾ ഓർമ്മ നാളായിരിക്കണം. അതിൻ്റെ 11-ാമത്തെ വചനത്തിൽ അവിടെയാണ് വായിക്കുന്നത്, അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. കാരണം എന്താണ്? അടുത്ത ബാധ വരാൻ പോകുന്നത് അവിടെ വലിയൊരു ഒരു കൂട്ടക്കരച്ചിലിൻ്റെ ആയിട്ടുള്ള ഒരു സമയം വരാൻ പോവുകയാണ്. നിങ്ങളിൽ ആർക്കും അതൊന്നും സംഭവിക്കില്ല. കാരണം എന്താണ്? ഞാൻ മിസ്രൈം ദേശത്തുകൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേലെ രക്തം അടയാളമായിരിക്കും. ആ രക്തം എവിടെയും ആ രക്തം കാണുന്നു. ആ ബാധ ആ വീടിനെ ഒഴിഞ്ഞു പോകുവാനായിട്ട് ഞാൻ കൽപ്പിക്കും. അങ്ങനെ നിങ്ങൾ തിടുക്കത്തോടെ തിന്നുകൊണ്ട് ആ അരകെട്ടിയും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിടുക്കത്തോടെ തന്നെ മുൻപോട്ടായിരിക്കണം എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അടിമത്തത്തിൽ നിന്നുള്ള
ഒരു വിടുതലിന് വേണ്ടി. എവിടെയാണ്? അവർ അടിമകളാണ്, എന്നാൽ അവരറിയുന്നില്ല. അതിൽ നിന്നൊരു വിടുതൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഹോവയായ ദൈവം ഇത് ചെയ്തത്. ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണ്? ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ കഥ പോലെ വായിച്ചു പോകും. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളും എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്? നാം തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ തീത്തോസ് അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, മുൻപേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. നോക്കുക, നമ്മളുടെ ഇന്നത്തെ അവസ്ഥ. ഇന്ന് നാം ഇതൊക്കെയും പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ അത് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച കാര്യമാണ്. നമ്മൾക്കതിനൊത്തും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മോട് പറയാണ്, മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാലേ പരിശുദ്ധാത്മാവിൻ്റെ അതിൻ്റെ മൂന്നാമത്തെ അടുത്ത വചനം, അവൻ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. ഏഴാമത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് അത്രേ നാം ഈ നിലയിലേക്ക് കടന്നു വരുവാനായിട്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു, അല്ലെങ്കിൽ മുൻപേ ആയിരുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം ലഭ്യമാക്കുവാൻ, ഉടലെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അത് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ നവീകരണത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വിശുദ്ധ സഭയെ ചേർപ്പാൻ, അതായത് റിന്യൂവിങ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ആ ഒരു രീതിയിലൂടെ മാത്രമേ നമുക്ക് മുൻപോട്ട് കടന്നു പോകാനായിട്ട്, ഈ വിശുദ്ധ സഭയെ ചേർപ്പാനായിട്ട് കർത്താവ് വീണ്ടും വരുമെന്നാണ് നാം ആദ്യമായിട്ട് കുറിവാക്യമായിട്ട് വായിച്ചതിൽ പറയുന്നത്. നാം മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 13-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ലോകാവസാനത്തിൻ്റെ ആരംഭം, അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ എങ്ങനെയാണ്. നമുക്കൊരു എക്സാമിനേഷൻ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളൊക്കെയും അതിനൊരു നേരത്തെ തന്നെ അവരൊരു ഡേറ്റ് അനൗൺസ് ചെയ്യും. അല്ല, ഇത്രാം തീയതി, മാസം ഇത്രാം തീയതിയാണ് ഫൈനൽ എക്സാം, നിങ്ങളതിന് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ ഹോൾ ടിക്കറ്റ് കളക്ട്. ഇതൊക്കെയും അനൗൺസ്മെൻറ്റ് നേരത്തെ ഉണ്ടാകും. ആ ഡേറ്റ് ഫിക്സ്ഡ് ആണ്, അതിന് മാറ്റമൊന്നും ഉണ്ടാകുകയില്ല. നാം പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങോട്ട് കടന്നു പോയാൽ മതി. എന്നാൽ ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് അതിൻ്റെ 13-ാം അധ്യായത്തിൽ ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. ഇതെപ്പോഴാണ് കർത്താവെ സംഭവിക്കുന്നത്? അതിൻ്റെ 13-4 അതിന് എല്ലാം നിവൃത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് ഞങ്ങളോട് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു. അതിൻ്റെ 5-ാമത്തെ വാക്യം മർക്കോസ് 13-5, യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറയുമ്പോൾ നമ്മെ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയ അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെ ആയാലും ചെറിയ വേരിയേഷനിലൂടെ ആയാലും ഈ വചന അടിസ്ഥാനത്തിൽ നിന്നും മാറി ചെറിയൊരു ട്രാക്കിലൂടെ നിങ്ങൾ പോയാൽ മതി, എളുപ്പം അങ്ങ് എത്തിച്ചേരുമെന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിപ്പാനായിട്ട് അനേകർ കടന്നു വരും. നോക്കുക, യേശുവരോട് പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അപ്പം നമുക്ക് എന്താണ്, ഈ ഫൈനൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഡേറ്റ് അറിയില്ല, എന്നാൽ നമ്മൾ സൂക്ഷ്മതയോടെ നാം പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാനായിട്ട്. അതിന് ശേഷം താഴേക്ക്, എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. യുദ്ധശ്രുതിയും അല്ല ലോകത്തിൻ്റെ അവസാനമായിട്ട്, അല്ല കർത്താവിൻ്റെ വരവിൻ്റെ അവസാനമായിട്ട്. അതിൻ്റെ ആരംഭം മാത്രമാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോഴും എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണ്. എനിക്കിഷ്ടം പോലെ സമയമുണ്ട്, ഇനിയും ഇഷ്ടം പോലെ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് മുന്നോട്ട് പോയാൽ മതിയല്ലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവൻ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. നോക്കുക, ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു 10-ാമത്തെ വചനം, എന്നാൽ സുവിശേഷം മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. കാരണം എന്താണ്? ഒരു വ്യക്തി പോലും പറയുവാനായിട്ട് ഇടയാകരുത്, ഞാൻ ഈ സുവിശേഷം കേട്ടിരുന്നില്ല, അല്ലോ ഞാനിത് ആദ്യമായിട്ടാണല്ലോ ഈ കർത്താവിൻ്റെ നാമം തന്നെ കേൾക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിത് അറിയില്ലല്ലോ, ഞാൻ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ആർക്കും പറയുവാനായിട്ട് ഇടയാകരുത്. എന്നാൽ സുവിശേഷം മുൻപേ
സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. ആ വ്യക്തമായിട്ടുള്ള ആ ഒരു ബോധ്യം നമുക്ക് തരികയും നാമും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരോട് നാം അനുഭവിക്കുന്ന ഈ സന്തോഷവും സമാധാനവും അത് പങ്കുവയ്ക്കുവാൻ ഉള്ളത് തന്നെയാണ്. അതിൻ്റെ 13-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വീണ്ടും ആ 19-ാമത്തെ വചനം, ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകുന്നു. നോക്കുക, ഒരു കഷ്ടകാലത്തിനെ നമ്മൾ നോക്കിയിരിക്കണം. കാരണം എന്താണ്? കർത്താവിൻ്റെ വരവ് അടുക്കും തോറും ഇത് അധികം കഠിനമായിട്ട് വരും. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. നോക്കുക, അത്രമാത്രം തീവ്രതയോടെയുള്ള കഷ്ടപ്പാടുകൾ നമുക്ക് മുൻപിൽ കാണുവാനായിട്ട് നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമ്മൾ ഈസി ഗോയിങ് ആയിട്ട് പോകുമ്പോൾ ചെറിയൊരു കഷ്ടപ്പാട് കടന്നു വരുമ്പോൾ തന്നെ നാം പിന്മാറ്റത്തിലേക്ക് ഓടിപ്പോകുവാനായിട്ട് ഇടയാകരുത്. അതിന് മുൻപേ തന്നെ പറയുകയാണ്, കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ ആ നാളുകളെ ദൈവം ചുരുക്കും. കാരണം എന്താണ്? നമുക്ക് സഹിക്കാവുന്നതിലധികമായിട്ട് കർത്താവ് നമ്മളെ പരീക്ഷിപ്പാനായിട്ട് അനുവദിക്കുകയില്ല. അങ്ങനെ ആണെങ്കിൽ നമുക്കായിരിക്കുന്ന ഈ പരീക്ഷകളെ നാം ജയിപ്പാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക എന്നത് മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ 22-ാമത്തെ, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നോക്കുക, ഇന്ന് നമുക്കറിയാം, ഇന്ന് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നേ ഓടിപ്പോകുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും അത് തന്നെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവീൻ. അതിൻ്റെ 23-ാമത്തെ വചനം, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവീൻ, ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ. അതിനുശേഷം അതിൻ്റെ അവസാനമാണ് കൺക്ലൂഷനായിട്ട് അവിടെ പറഞ്ഞു നിർത്തുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഉണർന്നിരിക്കേണ്ടത്? നാം എന്താണ് ചെയ്യേണ്ടത്? നാം വിശ്വസ്ത ദാസന്മാരായി ആ കർത്താവിൻ്റെ വരവിനെ നോക്കിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും. എന്നാൽ അത് എൻ്റെ അന്ത്യമല്ല, അത് എൻ്റെ അവസാനമല്ല, അത് ഞങ്ങളുടെ പുതിയൊരു ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്ക് കടന്നു പോകുക എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നമുക്കായിരിക്കാനായിട്ട് സാധിക്കും. അവിടെയും നമ്മെ നിർത്തുന്നത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, വിശ്വസ്തയോടെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നും നമുക്കില്ല. അങ്ങനെ 24-ന്റെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും ഇത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 24-ന്റെ 4-ാമത്തെ വചനവും ഇത് തന്നെ, ഈ കാര്യം തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിച്ചത് തന്നെയാണ് അവിടെ പറയുന്നത്. അതിൻ്റെ 24-ന്റെ 4-ാമത്തെ വചനത്തിലേക്ക് അതിന് യേശു ഉത്തരം പറഞ്ഞ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരുടെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നോക്ക്, ഞാൻ ക്രിസ്തു, ആ വരുന്ന വ്യക്തി ക്രിസ്തു എന്നല്ല പറയുന്നത്. ഈ വചനം തന്നെ എടുത്തുകൊണ്ടാണ്, ഈ നമ്മളെടുക്കുന്ന ഈ വചനം തന്നെ എടുത്തുകൊണ്ടാണ് പറയുന്നത് ആ ക്രിസ്തുവാണ്, അതായത് ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെയും നിവർത്തിക്കുന്നത്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അപ്പോൾ നോക്കുക, നമുക്കറിയാം, വേറെ സായി ബ്രദർ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ടല്ലോ. ഒരു ഭീകരമായിട്ടുള്ള ഒരു മുഖം മൂടി വെച്ചുകൊണ്ട് ഒരു വ്യക്തി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനെ ഡൗട്ടോടെ നോക്കും, അല്ലെങ്കിൽ ഭയാനതയോടെ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽപ്പാനായിട്ട് ഇടയായിത്തീരും. ഭീകരമായിട്ടുള്ള ആ രൂപം കാണുകയും അതിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യും. എന്നാലേ വളരെ സൗമ്യതയോടെ, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ വളരെ സൗമ്യതയോടെ നമ്മൾ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നാം അവരോട് മാറി നിൽക്കാൻ പറയില്ല. കാരണം എന്താ? ചിലപ്പോൾ നാം തെറ്റിദ്ധരിക്കും ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെയും ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അനേകർ എൻ്റെ പേര് എടുത്തുകൊണ്ട് കടന്നു വരുമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാലേ അവിടെയും ഓർക്ക് തോൽക, അതിൻ്റെ പിൻപിലൊരു ചതി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആ വഴിയിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അത് ഇടയാക്കത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം വളരെ ശ്രദ്ധയോടെ ആയിരിക്കാനായിട്ട്. അതിൻ്റെ 24-ന്റെ 5-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് പലരെയും തെറ്റിക്കും. 24-ന്റെ അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വസ്തനായ ഒരു ദാസനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ആ യജമാനൻ വരുമ്പോൾ വിശ്വസ്തനായ ഒരു ദാസനെ എങ്ങനെയാണ് വേർതിരിച്ച് കാണുവാനായിട്ട് ഇടയായത്? യജമാനൻ വരുമ്പോൾ അവന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് ചെയ്ത് തീർത്ത ദാസൻ അവൻ ഭാഗ്യവാൻ. നമ്മെ ഓരോരുത്തരെയും ഏതെങ്കിലും ചുമതല ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൗത്യം ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്കതിനകത്ത് വേറെ യാതൊന്നും പറയുവാനില്ല. കർത്താവേ, നിൻ്റെ വിശ്വസ്ത ദാസൻ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അത് ഞാൻ ചെയ്ത് തീർത്തിരിക്കുന്നു, ഇനിയും ഞാനല്ല നീ തന്നെ വിധിച്ചാട്ടെ എന്ന് പറയുവാനായിട്ട് കഴിയും. നാം
24-46 വചനത്തിൽ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. നാം 25 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും നമ്മൾ വളരെ വ്യക്തതയോടെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണല്ലോ 10 കന്യകമാരുടെ ഉപമ. അവിടെയും സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ ഒരു ഉപമ പറയുന്നുണ്ട്. അവിടെ അതിൻ്റെ 10 കന്യകമാരെ നമുക്ക് ഒരുപോലെ കാണുവാനായിട്ട് കഴിയും. അവർ 10 പേരും മണവാളനെ എതിരേൽപ്പാൻ തന്നെയാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ മാറി ചിന്തിപ്പാനല്ല. മണവാളനെ കണ്ടുമുട്ടണം, മണവാളനെ എതിരേൽപ്പാൻ തന്നെയാണ് ആ 10 കന്യകമാരും ഒരുപോലെ ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ അതിൽ 25-ന്റെ വാക്യത്തിൽ അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവിനെന്ന് ആർപ്പ് വിളിയുണ്ടായി. അർദ്ധരാത്രിയിൽ ഇവിടെ നമുക്ക് കോളേജിലും സ്കൂളിലൊക്കെയും ഹോൾ ടിക്കറ്റ് തന്നിട്ട് ഫൈനൽ എക്സാം ഡേറ്റ് ഇന്നതാന്ന് പറയുന്നത് പോലെ അല്ല ഇവിടെ സംഭവിക്കുന്നത്. അർദ്ധരാത്രിക്കോ, ആരും അറിയാത്ത ഒരു സമയത്തോ അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നുവെന്നും അവനെ എതിരേൽക്കാൻ പുറപ്പെടുവീൻ എന്നൊരു ആർപ്പ് വിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. ഓക്കെ, എല്ലാവരും എഴുന്നേറ്റു. ആരും ഉറക്കച്ചടവോടെ ആയിരുന്നില്ല. എല്ലാവരും 10 പേരും ഒരുപോലെ വിളക്ക് തെളിയിപ്പാനായിട്ട് എഴുന്നേറ്റ്. കർത്താവിൻ്റെ വരവിനായിട്ട് നാം ബൈബിൾ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെയും പഠിച്ചിട്ട് അതിനെ ഒരു പ്രത്യേക ചാർട്ടൊക്കെയും വരച്ച് കർത്താവിൻ്റെ വരവിൻ്റെ ആ ലക്ഷണങ്ങളൊക്കെയും ഇതാണ്. അങ്ങനെ നമുക്കറിയാം, ഒരു ഫ്ലൈറ്റിൽ നമ്മൾ കയറുമ്പോൾ ആ ഫ്ലൈറ്റ് ഇന്ന സമയത്താണ് പുറപ്പെടുന്നത് നമുക്കറിയാം, ഇന്ന സമയത്ത് നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുമെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈ ലക്ഷണങ്ങളൊക്കെയും കണ്ടുകൊണ്ട് കർത്താവ് ഇന്ന് അനേകർ പ്രവചിച്ച് പറയാറുണ്ട് കർത്താവിൻ്റെ വരവ് അടുത്ത വർഷം 26 ഡിസംബർ 26 അങ്ങനെ അനേക കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ആയിരുന്നു എന്ന് വരിയിൽ അവസാന ദിവസത്തിൽ നമ്മൾ പാൻറ്റും ഷർട്ടും ഒക്കെയും തേച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ആ വരവ് ആ ലക്ഷണം കണ്ടു, ഇതാ അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചേരും. ആ ഡ്രസ്സും ഒക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ വരവേൽപ്പാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെ ഒരു കാര്യമല്ല കർത്താവിൻ്റെ വരവ്. അങ്ങനെ ഒരുങ്ങി നിൽപ്പാൻ അല്ല, അങ്ങനെ നേരെ മറിച്ച് നമ്മൾ ബൈ റിന്യൂവിങ് സ്പിരിച്വൽ, അതായത് സ്പിരിച്വലി നാം ഓരോ ദിവസവും ഓരോ ദിവസവും നാം ഒരുങ്ങുന്നവരായിരിക്കണം. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ആഴ്ചയിൽ നമ്മൾ ഇവിടെ വന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ അല്ലാതെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് യൂട്യൂബിലും കാര്യങ്ങളൊക്കെയും നമ്മൾ ശ്രവിക്കാറുണ്ട്. മറ്റുള്ളവരിന്നൊക്കെയും ശ്രവിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയും കേട്ടുകൊണ്ട് ഓരോ ദിവസവും നാം നമ്മെ തന്നെ വിശുദ്ധിയിലേക്ക് സൗകര്യം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവരായി തീർന്ന് ഈ കർത്താവിൻ്റെ വരുവിനായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അവസാന നാളിൽ അല്ലെങ്കിൽ ആ ലക്ഷ്യം അടുക്കുമ്പോൾ നമുക്ക് പരിഭ്രമിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. കാരണം എന്താണ്, എല്ലാ ദിവസവും സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ കിട്ടുന്ന സിലബസുകൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പാഠങ്ങളൊക്കെയും പഠിച്ച് അത് വ്യക്തതയോടെ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി, ആ ഒരു കുഞ്ഞിന് പരീക്ഷയെക്കുറിച്ച് ഭയമില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്കും ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം എന്താ, നമ്മെ ഓരോ ദിവസവും വിശുദ്ധിയിലേക്ക് നയിപ്പാനായിട്ടുള്ള വചനങ്ങൾ നമ്മൾ കേൾക്കുകയും അത് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവെന്ന് പറയുമ്പോൾ നമുക്ക് ആകുലപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല, ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം എന്താണ്, നമ്മെ സ്വീകരിപ്പാൻ തന്നെ ആ വിശുദ്ധമായിട്ടുള്ള ആയിരിക്കുന്ന ആ മണവാട്ടിയെ സ്വീകരിപ്പാൻ തന്നെയാണ് കർത്താവിൻ്റെ വരവ്. നാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പൂർണ്ണബോധ്യത്തോടെ ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമുക്ക് ആ 10 കന്യകമാരെ പോലെ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലേക്ക് നോക്കുക. ഈ 10 കന്യകമാരെ പോലെ പുറമേ എല്ലാവരും ഒരുപോലെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയില്ല ആരാണ് ഈ 10 പേരിൽ 5 പേർ ആരാണ് ഈ ക്രിസ്തീയ ലോകത്ത് നോക്കുമ്പോൾ, പുറമേ നോക്കുമ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെയും പറയുകയും ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുകയും ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നവരാണ്. എന്നാൽ വാസ്തവമായിട്ട് ആ 10 പേരിൽ പകുതി പേര് 5 പേരെ വ്യക്തതയോടെ മാറി നിൽപ്പാനായിട്ട് ഇടയായിത്തീരും. അവർക്കറിയാം പിന്നീട് മുൻപോട്ട് നടന്നു പോകുമ്പോൾ അവർ വിളക്ക് തെളിയിപ്പാനായിട്ടുള്ള എണ്ണ അവർ സംഭരിച്ചിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും മുൻപോട്ടുള്ള നടപ്പിൽ ഈ കർത്താവ് നമുക്ക് തരുന്ന ഈ വെളിച്ചം അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെക്കുവാനും ആ വെളിച്ചത്തിൽ നടക്കുന്നവരുമായി തീരുവാനായിട്ടും കർത്താവ് നമ്മെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. കയ്യിലെണ്ണയുമായി കരുതുന്നവരായി തന്നെ ഇരിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ. നമ്മ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 2-ാം അധ്യായത്തിൻ്റെ 4 എഫേസോസിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു.
എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. നോക്കുക, ഇവിടെയും എഫെസോസിലെ സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവോട് പറയുന്ന കാര്യം, നിനക്ക് സഹിഷ്ണുതയുള്ളയും നീ എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ആദ്യം തന്നെ പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെയും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം നോക്കുമ്പോൾ, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം നോക്കുക. ഞാനും ഇത് ചിന്തിച്ചപ്പോൾ ഈ ക്രിസ്തീയ വേറൊരു ഡിനോമിനേഷൻ സഭയിൽ നിന്നും മാറി ചിന്തിപ്പാനും അല്ലെങ്കിൽ അതിൽ നിന്നും ഇറങ്ങിപ്പുറപ്പെടുവാനായിട്ടും വളരെ വ്യക്തതയോടെ ബോധ്യം തന്ന് ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന തീവ്രതയും സ്നേഹവും എനിക്കിന്നും ദൈവത്തോടുണ്ടോ എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. അവിടെ നമുക്ക് മനസ്സിലാകും അന്നത്തെ തീവ്രതയിൽ കുറവ് വന്നിട്ടുണ്ടോ. ഉണ്ടെങ്കിൽ അത് ഏറ്റുപറയുക, മാനസാന്തരപ്പെടുക. എന്താണ് ആ സ്നേഹത്തിൽ? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നതെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ ഇറങ്ങിത്തിരിച്ചപ്പോൾ നിനക്കുണ്ടായിരുന്ന ആ സ്നേഹം, ആ ഡിവോഷൻ, അത് കർത്താവിനോടുള്ള ആ സ്നേഹം, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ഞാനും ഉണ്ടാകണം എന്നുള്ള ഒരു ബോധ്യം അത് ഇന്ന് കുറഞ്ഞു പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സഹോദരങ്ങളെ, എങ്കിൽ നാം മാനസാന്തരപ്പെടുക, വീണ്ടും ആ പൂർവ്വസ്ഥിതിയിലേക്ക് കടന്നു വരുവാനായിട്ടും കർത്താവ് നമ്മെക്കുറിച്ചും ഓർക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം അതിൽ ആ 10 കന്യകമാരെക്കുറിച്ച് പറയുമ്പോൾ അവരിൽ ആർക്കും പിന്മാറ്റത്തിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. എന്നാലേ ആരും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവരുമല്ല. എന്നാലേ അല്പസമയം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഞങ്ങളുടെ ഈ ജീവിതം കൊണ്ട് അത് ശരിയായിരുന്നില്ല. തീർച്ചയായിട്ടും മുൻപിലേക്ക് പോകുവാനുള്ള ആ വിളക്ക് തെളിയിപ്പാനായിട്ടുള്ള എണ്ണ എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നത്. അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയി. മണവാളൻ വന്നു, വാതിലടച്ചു. അവർ പുറത്ത് നിന്നിട്ട് കതകിന് മുട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 47-48 വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറച്ച് അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് കർത്താവ് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയും വ്യക്തതയോടെ മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമ്മോട് അധികം, മറ്റുള്ളവരിൽ അധികമായിട്ട് നമ്മോട് ചോദിക്കുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെന്ന് വരിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുങ്ങിയിരിക്കാനായിട്ട് സാധിക്കും. നാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ കുറിവാക്യപാട് വായിച്ച 13-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 13-ാമത്തെ വചനത്തിൽ, എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നോക്കുക, എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ നമുക്കിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. പണ്ടാണെങ്കിൽ ആരും നമ്മളെ പകയ്ക്കാനൊന്നും വരുന്നില്ല, ആരും നമ്മളെ അടിക്കാനോ ഇടിക്കാനോ ഒന്നും വരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്കത് മനസ്സിലാകും. എവിടെയെങ്കിലും നിന്നിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി, സംഘടിതമായിട്ട് ആക്രമിക്കാൻ കടന്നു വരുന്നത് നമുക്കിന്ന് കാണുക. ഇവിടെ കേരളത്തിലൊന്നും വളരെ സംഭവമല്ല, എന്നാൽ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എല്ലാവരും പകയ്ക്കുമെന്ന് പറയുമ്പോൾ എന്താണത്? ചുറ്റും നിൽക്കുന്ന എല്ലാവരും വിരൽ ചൂണ്ടുവാനായിട്ട് ഇടയായിത്തീരും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതിൻ്റെ 19-ാമത്തെ വചനത്തിൽ നമ്മൾ ഓർത്തു, ആ നാളുകൾ ദൈവം സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകുന്നു. നമുക്ക് ആ ഒരു മുൻപിൽ ആ ഒരു കഷ്ടകാലമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടെ തന്നെയാണ് നാം ഈ ക്രിസ്ത്യ ജീവിതത്തിൽ ഇറങ്ങി മുൻപോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇനി മുൻപോട്ട് പോകുമ്പോഴെല്ലാം സുഖപ്രദമാണ്, ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നല്ല, പ്രശ്നങ്ങൾ മാത്രമായിരിക്കും നിൻ്റെ മുമ്പിൽ കാണുക എന്നുള്ളത്. അവിടെയും എങ്ങനെ സഹിച്ചു നിൽപ്പാനായിട്ട് കഴിയും? കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എന്ന് വരിൽ. അതായത് എനിക്ക് സഹിക്കാവുന്നതിന് അധികമായിട്ട് കർത്താവ് അവിടെ ചെയ്യുകയില്ല. എനിക്ക് സഹിക്കാവുന്നതിന് അധികമായിട്ട് കർത്താവ് അവിടെ ഒരു കാര്യങ്ങളും ഒരുക്കിയില്ല. കർത്താവ് എനിക്ക് ആ കാര്യം തന്നിട്ടുണ്ട് എന്ന് വരിൽ അതിനെ നീ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ബലവും ആ കൃപയും കർത്താവ് എനിക്ക് തരുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് ഈ പകൽക്കാലമായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാം കുറിവാക്യങ്ങൾ വായിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പിൻ. ബൈ ബീയിങ് സ്പിരിച്വലി റെഡി. ബൈ ബീയിങ് സ്പിരിച്വലി റെഡി. ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുമ്പോൾ അന്ത്യനാളുകളിൽ പ്രാഥമികമായ അടയാളം അത് വഞ്ചനയായിരിക്കും.
അത് നമുക്കറിയാം, വഞ്ചനയായിരിക്കും. നമ്മെ ഏത് വിധേനയും വഞ്ചിപ്പാനായിട്ട് സാത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുമ്പോൾ അത് ഏത് വിധേനയാണെന്ന് നമുക്കറിയുന്നില്ല. എന്നാൽ നാമും ശ്രദ്ധയോടെ ആയിരിക്കാനായിട്ടും ദൈവം നമ്മെ ഒരുക്കുന്ന ഇസ്രായേൽ മക്കളെ നോക്കി, ഇസ്രായേലിനെ നോക്കിയിട്ട് ബുദ്ധി പഠിക്കാൻ. ഇല തളിർക്കുമ്പോൾ കർത്താവിൻ്റെ വരം അടുത്തിരിക്കുന്നു എന്ന് പറയുവാൻ ഇസ്രായേലിനെ നോക്കിയിട്ടുണ്ട്. അനേക കാര്യങ്ങൾ, ഇലകൾ മാത്രമായിട്ട് ഫലമൊന്നും പുറപ്പെടുവിക്കാതെ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, അങ്ങനെ ആയിരിക്കാനായിട്ട് പാടില്ല. ഇസ്രായേൽ മക്കൾ തളിർക്കുമ്പോൾ ഒരുങ്ങി ശ്രദ്ധിച്ചുകൊള്ളുക. എൻ്റെ വരവ് അധികം ഇന്നും ഈ ലോകത്തിൻ്റെ ഗതിയിൽ നോക്കുമ്പോൾ അവർ ഫലപുഷ്ടിയായിട്ട് തളിർത്ത് മുൻപോട്ട് പോവുകയാണെന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം അവരെയും ദൈവം ഒരുക്കും. നമുക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. നമ്മൾ കേൾപ്പിച്ചിരിക്കുന്ന വചനങ്ങൾക്കായിട്ട് സ്തോത്രം. നമ്മുടെ എൽഡേഴ്സിനായിട്ടും നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം ഓരോ ആഴ്ചയും അവർ നമുക്ക് വിളമ്പിത്തരുന്ന ആ വചനം അത് ഏറ്റെടുത്തുകൊണ്ട് നാമം ദൈവനാമത്തെ മഹത്വീകരിക്കാനായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് അവൻ്റെ മണവാട്ടിയായിട്ട് രൂപാന്തരപ്പെടും. ദൈവം നമ്മെ സഹായിക്കും.